ഉണ്ടായിരുന്ന ആളുകള് ഇന്ന് നമ്മളോട് കൂടെയില്ല. കഴിഞ്ഞ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞിരുന്ന കബീർ ഇന്ന് സ്വാഗതം പറയാൻ നമ്മോടൊപ്പം ഇല്ല. ഇവിടെ വിട്ട് നാട്ടിലേക്ക് പോയി. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു പരിപാടിയിൽ ചിലപ്പോൾ ഈ അധ്യക്ഷൻ ചിലപ്പം ഈ സ്ഥലത്ത് ഉണ്ടാവാൻ സാധ്യത ഇല്ല. അതേ രീതിയിൽ ഓരോരുത്തരും ഇങ്ങനെ വിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നാട്ടിൽ പോയാലും നമുക്ക് KKMCയിൽ ഉണ്ടായിരുന്ന നമ്മളെ പ്രവാസ ജീവിതകാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പെരുന്നാൾ വരുമ്പോഴും അതേ രീതിയിൽ സമയങ്ങൾ വരുമ്പോഴൊക്കെ അയവിറക്കാനുള്ള പോത്തൊക്കെ അയവിറക്കാനില്ലല്ലോ ഓർമ്മകൾ അയവിറക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു നല്ല അവസരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് ഏതാനും ചുരുങ്ങിയ പരിപാടികൾ ആണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ഗാനഗന്ധർവന്മാരായിട്ടുള്ള രണ്ടുപേര് ഇവിടെ സജീവമായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൂടാതെ ചെറിയ തോതിൽ 1-2 പരിപാടികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് കിസ് പ്രോഗ്രാമാണ്. സാധാരണ നിങ്ങൾക്കറിയാം നമ്മുടെ ആജീവനാന്ത കിസ് പ്രോഗ്രാമർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഹമ്മദ് അലി സാഹിബ് ഇൻഷാ അല്ലാഹ് കിസ് പ്രോഗ്രാം അവതരിപ്പിക്കും. കൂടെ സാധാരണ അബ്ദുപ്പ ഉണ്ടാകുന്നതാണ്. അബ്ദുപ്പക്ക് അതിന്റെ കൂടെ കൂടാൻ സാധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഒരു പാട്ട് അവതരിപ്പിക്കുന്നത് സൈദാലിക്കുണ്ട്, സൈദലി സാഹിബുണ്ട്. കൂടാതെ പിന്നെ പ്രശസ്ത മുഹമ്മദ് റാഫി സംഗീതജ്ഞനും കൂടിയാണ് അദ്ദേഹം എത്തുന്നത്. ഞങ്ങളുടെ മലയാള ഗാന പിന്നണി രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന വരുന്ന സുജിത്ത് ഒരു ഡ്രാമ എന്ന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ കഴിഞ്ഞ അധ്യക്ഷന്റെ വക ഒരു ടങ്സ്റ്റർ മത്സരം, അതായത് എന്താ പറയുന്നത് മലയാളം ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ നാവിനെ കുഴക്കുന്ന ഒരു സംഗതി എന്നുള്ള രീതിയിലുള്ള ചെറിയ മത്സരം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഓൺ പ്ലേ ഒറ്റ സമയം മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു കളി, അത് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇതിന്റെ അവസാന ഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആശംസ പ്രസംഗങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിസാമുണ്ട്, സാജുദ്ദീനുണ്ട്. ഈദ് സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മുടെ അബൂബക്കർ ബാക്കബി ഇവിടെ സന്നിധനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയ പരിപാടി എല്ലാ ആളുകളും ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവുകള് പ്രകടിപ്പിക്കാൻ പറ്റിയ അവസരം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഈ പ്രാവശ്യം മൈക്കുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് മൈക്കിൽ പാടാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മള് മദ്രസ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് മൈക്കിൽ പാടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഗതിയാണ്. ഈ സാധനങ്ങൾ നീക്കണ്ടായി ആളുകളൊന്നും പാടുമ്പോ ഇപ്പം അതിനൊരു അവസരമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റിയാലും മോശമായാലും ഒന്നും യാതൊരു പ്രശ്നമില്ല. കാരണം കേൾക്കാനും അവതരിപ്പിക്കാനും ഉള്ളത് നമ്മളൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു വിഷയമാക്കി ആരും എടുക്കേണ്ടതില്ല. ചുണയോടുകൂടി ആർജവത്തോടുകൂടി പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അധ്യക്ഷൻ ഈദ് സന്ദേശം നൽകുന്നതിന് വേണ്ടി അബൂബക്കർ ബാക്കവിയെ ക്ഷണിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു.